പിടിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു പ്രാങ്ക് ചെയ്ത്. എനിക്ക് ഏത് നേരത്താണോ എന്തോ ഒരു ടാറ്റു ആർട്ടിസ്റ്റിനെ ഒക്കെ വിളിച്ച് പ്രാങ്ക് ചെയ്യാൻ തോന്നിയത്. അടുത്താരോ തെറി പറയാൻ വിളിക്കാണ്. ഞാൻ ഇനിയിപ്പോ എന്ത് പറയും ഈശ്വരാ. ഹലോ. അല്ല ഞാൻ ആദ്യം രഞ്ജിനിയുടെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ രഞ്ജിനി രാവിലത്തെ ട്രെയിനിൽ ദുബായിൽ പോയി. ഇപ്പൊ വരുമ്പോ എന്തെങ്കിലും പറയണോ? അയ്യോ എന്നെ അങ്ങനെയൊന്നും പറയല്ലേ മോളെ, എങ്ങനെയൊന്നും പറയല്ലേ. എന്തൊരു തെറി വിളിയത്. ഞാൻ അമ്മൂമ്മയച്ച് പറഞ്ഞിട്ട് അവരെന്നെ ഇങ്ങനെ തെറി വിളിക്കുന്നു. അപ്പൊ ഞാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്നെ ഫോണിൽ കൂടെ കൊന്നേനെ. എന്റെ അമ്മച്ചി. ആദരാഞ്ജലിയാ? ആർജെ രഞ്ജിനി. അതെ ആരാ? ചേച്ചി മുതുകത്ത് ടാറ്റു അടിക്കാൻ വിളിച്ച ടാറ്റു ആർട്ടിസ്റ്റ് ഇല്ലേ? ആ ആർട്ടിസ്റ്റാണ് ഞാൻ. ഞാൻ കാല് പിടിക്കാം, എന്നെ ഒന്നും പറയരുത്. നാട്ടുകാരെ വായിരിക്കണം അത്രയും കേട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ വേദനിപ്പിക്കരുത്. ചേച്ചി പേടിക്കണ്ട ചേച്ചി, ഞാൻ ചേച്ചിനെ വേദനിപ്പിക്കാതെ കൊല്ലും. ടാറ്റു ആർട്ടിസ്റ്റ് അതോ സൈക്കോ ആർട്ടിസ്റ്റാ? സൈക്കോ ആർട്ടിസ്റ്റ് അല്ല, ടാറ്റു ആർട്ടിസ്റ്റ്. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ടാറ്റു ഒന്നും അടിക്കണ്ട. ഞാൻ നിന്നെ പ്രാങ്ക് ചെയ്തതാണ്. പ്രാങ്ക് ആയാലും പ്രാന്തായാലും ഞാൻ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്, അത് തീർത്തിട്ടേ പോകുള്ളൂ. എനിക്ക് ടാറ്റു അടിക്കണ്ടെന്ന്. ടാറ്റു അടിച്ചില്ലെങ്കിൽ ഞാൻ അടിക്കും. തമാശ. എന്തൊക്കെ ടാറ്റു അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരുത്ത എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവന്റെ ദേഹം മൊത്തം ടാറ്റു അടിച്ച് പാമ്പാക്കി. ഞാൻ ആക്കി കൊടുത്ത്. കണ്ടോ ഡിക്റ്റോ പാമ്പ്. പക്ഷെ അവ ഇപ്പൊ പുറത്തിറങ്ങിയ കൊല്ലും. അവന്റെ അച്ഛനാ? അല്ല, കീരി. പാമ്പിനെ കണ്ടാ കീരി വിടോ. ഇങ്ങനെയൊക്കെ പ്രാന്തന്മാരുണ്ടാ? ഉണ്ടാന്നാ. വേറെ ഒരുത്തന്റെ അടുത്ത് വന്ന് അവന്റെ നാക്ക് രണ്ടായിട്ട് വെട്ടുകീറി ടാറ്റു അടിക്കാൻ ഞാൻ ചെയ്ത് കൊടുത്ത്. എന്നിട്ട് എന്തര് അവയിപ്പൊ എന്തെങ്കിലും പറയണമെങ്കിൽ രണ്ടായിട്ടേ കേക്കോളൂ. ഹോട്ടലിൽ പോയിട്ട് ഒരു സിംഗിൾ ഓംപ്ലേറ്റ് പറഞ്ഞ അവര് ഡബിൾ ഓംപ്ലേറ്റ്. അടുത്താരോ കൊല്ലാൻ വിളിക്കുന്നത്. കോളർ ട്യൂൺ സർവീസിലേക്ക് സ്വാഗതം. കേൾക്കണോ പ്രിയ കൂട്ടരെ? എന്ന ഗാനം കേൾക്കാനായി ഒന്നമർത്തുക. ഇത്രയും കേട്ടൊന്നും പോരെ, ഇനി കേൾക്കണോ? നീ കാരണമല്ലേ ഞാൻ ഇത്രയൊക്കെ കേൾക്കണേ. പിന്നെ വേറൊരു ഉപകാരം. നിന്നെ പ്രാങ്ക് ചെയ്തതിന് ശേഷം 2 വർഷം മുമ്പ് മരിച്ചുപോയി എന്റെ അച്ഛനും അമ്മയും തിരിച്ചു വന്നു. മരിച്ചുപോയവര് തിരിച്ചു വന്നാ? ഫേസ്ബുക്കിലെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി നോക്ക്. നാട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ അച്ഛനും അമ്മയും. അത്രയ്ക്ക് തെറിവിളിയാണ് ഞാൻ ഡെയിലി കേട്ടോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോ തൂങ്ങിച്ചാവണോ പോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പാവം ചേച്ചി വൈറലാവാൻ നോക്കിയാണ്. ആദ്യം എയർലായി, ഇപ്പതാ കയറിലാവാൻ നോക്കണം. നീ അങ്ങനെയൊന്നും പറയണ്ട. നിന്റെ അടുത്ത് ചെയ്ത തെറ്റിന് ഞാൻ ഫേസ്ബുക്കിൽ സോറി പറഞ്ഞോണ്ടൊരു വീഡിയോ ഇട്ട്, അതിനും തെറിവിളി. ചേച്ചി എന്തിനു പറഞ്ഞു വീഡിയോ ഇട്ടെ? എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, സോറി. ഇതിലെന്തൊരു തെറി വിളിക്കാനുള്ള? ഈ സോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പറഞ്ഞാണ് എനിക്ക് തെറിവിളി കിട്ടിയത്. ചുമ്മാതല്ല ചേച്ചി വൈറലാവാൻ വേണ്ടിട്ടല്ലേ ഇതൊക്കെ കിടന്ന് കാണിക്കണ. ഇപ്പോഴത്തെ കാലത്ത് വൈറലാവണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചാ പോരാ. ഇപ്പൊ 2 തരത്തിലുള്ള ആൾക്കാരാണ് വൈറലാവുന്നത്. അതാര്? ഒന്നില്ലെങ്കിൽ മൊത്തത്തിലൊരു ഓളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ തലയ്ക്ക് ഓളം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈറലാവാൻ പറ്റൂല. ചേച്ചിക്ക് പറ്റും. ചേച്ചിക്ക് ചെറിയ ഓളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നീ എന്നെ കളിയാക്കണതൊക്കെ എന്റെ അപ്പൂപ്പൻ കേട്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. അപ്പൂപ്പ അത്രയ്ക്ക് വലിയ ഗുണ്ടൊന്നും അല്ല, പക്ഷെ ധൈര്യശാലിയും അഭ്യാസിയാണ്. എന്റെ അപ്പൂപ്പനെ വൈറലാവാൻ വേണ്ടി ചീറി പാഞ്ഞു പോണ റോഡിൽ കൂടെ കണ്ണും കെട്ടി 100-110 സ്പീഡിൽ ബൈക്കോട്ടിക്കണ ആളാണ്. എന്നിട്ട് അപ്പൂപ്പ ഇപ്പൊ എവിടെ? കെട്ടി വെച്ചിരുന്നോണ്ടാ 2 കണ്ണ് മാത്രം കിട്ടി, അതൊക്കെ പോട്ട്. നീ ആരെങ്കിലും പ്രാങ്ക് ചെയ്തിട്ടുണ്ടാ? ഒരു പ്രാവശ്യം പ്രാങ്ക് നോക്കിയിട്ടുണ്ട്. രാത്രി 12 മണിക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വാതിലും തുറന്നിട്ട് അയ്യാ എന്നെ രക്ഷിക്കണേന്ന് ഞാൻ കൂവി വിളിക്കും. അപ്പൊ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഓടി വരും. അവരെടുത്ത് ഞാൻ പറയും ഇതൊരു പ്രാങ്ക് ആയിരുന്നെന്ന്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നത് അപ്പുറത്തെ വീട്ടിലെ സുധാകരണ്ണായി. എന്നിട്ട് എന്തായി? അങ്ങനെയാണ് എനിക്കൊരു കുടുംബം ഉണ്ടായത്. പിന്നെ 2 വർഷത്തിന് ശേഷം 2 പിള്ളേരായപ്പോഴാണ് ഞാൻ തിരിച്ചറിയണത് ഞാൻ അങ്ങേരല്ല, അങ്ങേരെ എന്നെയായിരുന്നു പ്രാങ്ക് ചെയ്തത്. പിന്നെ എന്തൊക്കെ പറയാ, ഞാൻ അങ്ങേരുടെ 2ാമത്തെ പ്രാങ്ക് ആയിരുന്നു. മനസ്സിലായില്ലേ? അങ്ങേര് 2 കെട്ടിയെന്ന്. അതൊക്കെ പോട്ട്, അതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. വായിച്ച് നമുക്ക് ടാറ്റു അടിക്കാം. എന്റെ പൊന്നു കൊച്ചേ, നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഞാൻ പ്രാങ്ക് ചെയ്തതാണെന്ന്. ചേച്ചി എനിക്കൊരു വർക്ക് തന്ന് ഞാൻ ഇവിടെ വന്ന് അങ്ങനെയാണ് ടാറ്റു അടിച്ചിട്ടേ പോവുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ആർജെ രഞ്ജിനി മാത്രമേ ഇരിക്കും. എനിക്ക് വേദന എടുക്കണമെന്ന്. ചേച്ചി ഇത്രയും കാലം നാട്ടുകാരെ മൊത്തത്തോടെ വേദനിപ്പിച്ചല്ലേ, കുറച്ചൊക്കെ സഹിച്ചു. എന്റെ പേരെഴുതി കഴിഞ്ഞാ? പേരാ തെറി. എനിക്ക് നിന്നെ വിളിക്കാനുള്ള എല്ലാ തെറിയും ഞാൻ നിന്റെ മുതുകിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ എപ്പ കണ്ണാടി നോക്കിയാലും നീ എന്നോട് ചെയ്തത് ഓർമ്മിക്കണം. ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കോടി. ഓടി പ്രാന്തി അല്ല പ്രാങ്കി. നൈസ്, അടിപൊളി.
സൂപ്പർ. നന്നായിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് കേട്ടോ. ഇതെന്താണത്, ഫ്രീസറോ? എന്നതാണിപ്പോ ഇത്? ഇത്ര ടെൻഷൻ അടിച്ചിട്ടാണോ കളിക്കുന്നേ? പിന്നെ ഒരു പേടി. എന്തിനാ ഇത്ര സ്റ്റേജൊക്കെ ആയില്ലേ? ഗംഭീരായിരുന്നു കേട്ടോ, നല്ല ലുക്ക്, അടിപൊളിയായിട്ട് അല്ലേ ചേച്ചി? എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോറീന് അത് കുറച്ചും കൂടി മീൻസ് മയത്തിൽ അവരെല്ലാം പറഞ്ഞ് പറയാതെ എല്ലാം പറഞ്ഞു, ആ രീതിയിൽ അതിൽ കോമഡി ആക്കി. ബിക്കോസ് പുറത്ത് നടക്കുന്നത് ഈ ഒരു എന്താ പറയാ ടെമ്പോലല്ല, പക്ഷെ അത് നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ആ ഒരു കോൺസെപ്റ്റ് ചെയ്തു. കോമഡി ഉണ്ടായിരുന്നു, നന്നായി ബോഡി ലാംഗ്വേജ് എല്ലാം യൂസ് ചെയ്തു. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. ഞാൻ ടാറ്റു ചെയ്യാൻ പോയി ചേച്ചി. എനിക്കൊരു ആഗ്രഹം ടാറ്റു ചെയ്യണം. എല്ലാവരും ടാറ്റു ചെയ്തപ്പോൾ എനിക്ക് ടാറ്റു ചെയ്യണം ഭയങ്കര ആഗ്രഹം. അപ്പം ഇത് എവിടെ നല്ല ടാറ്റു ചെയ്യുന്നു. പിന്നെ ഇതായി അന്വേഷണമായിട്ട് ഞാൻ എറണാകുളത്ത് തന്നെ. അവ എന്നെ കണ്ടാൽ കൊല്ലും. ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്കൊന്ന് ടാറ്റു ചെയ്യണം. പിന്നെന്ത് കേട്ടാ ചെയ്യാം, എന്ത് വേണം. അങ്ങനെ ഞാൻ സെലക്ഷൻ തുടങ്ങി. ഞാൻ ഒരു സിംഹം, നീല കണ്ണുള്ള സിംഹം. അപ്പൊ എന്റെ കൈ ഒത്തിരി വീതി ഉള്ളതുകൊണ്ട് ഇച്ചിരി വലിയ സിംഹം വേണം. അങ്ങനെ ഇച്ചിരി ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് നല്ലൊരു ഫോട്ടോ കിട്ടി, സിംഹം നീല കണ്ണുള്ള. അപ്പം ഞാൻ വിളിച്ചു ഇത് ഓക്കെയാണ് കേട്ടാ ചേട്ടൻ, പ്രിയുള്ളൊരു നമ്പറാ. അങ്ങനെ ഞാൻ അവനെ വിളിച്ചത്, ഞാൻ എറണാകുളത്തുണ്ട്, ഞാൻ വരട്ടെ. ചേട്ടാ എത്ര മണിക്ക് വരും? ഞാൻ പറയാം ഞാൻ ടൈം പിന്നെ പറയാം, ഞാൻ എന്തായാലും ഇന്ന് വരും. അങ്ങനെ ഞാൻ ചെന്നപ്പം ഒരു 7-8 പേര് ടാറ്റു അടിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ചേട്ടാ ഇരിക്ക്, ഇപ്പം ചെയ്യല്ലേ? പിന്നെന്ത്. 8 പേരെയും പറഞ്ഞു വിട്ടു, എന്നെ അങ്ങ് ഇരുത്തി ഷർട്ടൊക്കെ ഊരി. എന്നിട്ട് എനിക്കൊരു പേടി, 8 പേര് പോവുകയും ചെയ്തു. 8 ലക്ഷം രൂപ വർക്കാണ് പോയത്. ഞാൻ പോയിരുന്നത് ഫ്രീ ആയിട്ട്. ഞങ്ങനെ ഇതൊക്കെ ഒട്ടിച്ചതൊക്കെ വലിച്ചിളക്കി മറ്റേ മെഷീൻ ഒരു ചെറിയ സൗണ്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാൻ ഇങ്ങനെ കൊണ്ടുപോവാ ഇങ്ങനെ പിടിച്ച് നമുക്ക് അടുത്ത വ്യാഴാഴ്ച കേട്ടാ. എന്തു പറ്റി ചേട്ടാ? ഞാൻ പറഞ്ഞ് ഇതാവും, വേദന മുറിയുമല്ലേ ചെറിയ. ഞാൻ പറഞ്ഞു നാളെ എനിക്ക് ഷൂട്ടുണ്ട്, അപ്പം പിന്നെ ഇത് വെച്ചോണ്ട് പോയാൽ ശരിയാവില്ല. ഞാൻ ഇറങ്ങി വലിച്ചു വെച്ചു. ആ സിംഹം ഇപ്പോഴും ഇടപ്പള്ളിയിൽ കൂടെ നടക്കുക. നിങ്ങളുടെ ഈ ടാറ്റു ആർട്ടിസ്റ്റും ആർജയ്ക്കും എത്രത്തോളമാണ് ബാറ്ററി ചാർജ് കയറിയിരിക്കുന്നതെന്നുള്ളത് നോക്കാം. ഫ്രീസറിൽ നിന്ന് ഇറങ്ങിക്കേ, ടെൻഷൻ വിട്, പോടുന്നു. എന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. ശരി, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും 18,000 rupees. ശിവ ചേച്ചി അതങ്ങോട്ടേക്ക് ഒന്ന് ക്രെഡിറ്റ് ചെയ്യാവോ?